ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ ഒരു 5000 വർഷം മുമ്പേ കണ്ടുപിടിച്ച ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. ഇതിൽ നമ്മൾ യാതൊരു കെമിക്കൽസോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല. ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന പശുവിൻ നെയ്യാണ്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കുങ്കുമപ്പൂവാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇനിയും അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോപ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് വേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ് ആണ്. അതും നിങ്ങളുടെ കയ്യിൽ കോപ്പർ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. ഞാൻ ഇല്ലാതുകൊണ്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ അടിഭാഗം ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെ യൂസ് ചെയ്യുക. ഇനി വേണ്ടത് നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പശുവിൻ നെയ്യാണ്. അപ്പോൾ അത് നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും പ്യൂറായിട്ട് നമുക്ക് ഇതാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. അത് നമ്മൾ ക്രീമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികമായിട്ട് നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇനിയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഇതേപോലെ സർക്കുലർ മോഷനിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100 റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാഷ് എന്ന് പറയും. അങ്ങനെ നമ്മൾ 100 വാഷസാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ വാഷിലും നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഞാൻ ആദ്യത്തെ വാഷ്, അതായത് 100 റൊട്ടേഷൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നെയ്യിൻ്റെ കൺസിസ്റ്റൻസി മാറുന്ന കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കളറും മാറുന്നുണ്ട്, അതായത് യെല്ലോന്ന് നേരെ വൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ആദ്യത്തെ 100 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു വാഷ്. ഇനി നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് കളയാം. ഇനി ഞാൻ അടുത്ത വാഷ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ആ ഒരു പ്ലേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം മറ്റേ പ്ലേറ്റിൻ്റെ സൈഡ് ചെറുതായതുകൊണ്ട് തന്നെ ആ ഒരു ക്രീം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആ റൊട്ടേഷൻസ് വീണ്ടും തുടങ്ങാം, അതായത് 100 റൊട്ടേഷൻസ് ഒന്നും കൂടി ചെയ്തു തുടങ്ങാം. സോ ഇനി ഒരു 100 വാഷ്ഡ് ഗീനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ശരിയായ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷദ് ദൗത്ത് ഗ്രിത്ത് എന്നാണ്. ഇതിൽ ഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്നാണ്, ദൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്ഡ്, അതേപോലെ തന്നെ ഗ്രിത്ത് എന്ന് പറഞ്ഞാൽ ഗീ എന്നാണ്. ഇതൊരു 5000 വർഷം പഴക്കമുള്ള ഒരു ആയുർവേദ പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയപ്പെടുന്നത്. സോ അങ്ങനെ ഇവിടെ 100 റൊട്ടേഷൻ ആയിട്ടുണ്ട്, അതായത് രണ്ടാമത്തെ വാഷ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വെള്ളം ഒന്ന് കളയാം. സോ അങ്ങനെ രണ്ടാമത്തെ ദിവസം ആയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ അറൗണ്ട് 20 വാഷസാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ആ ഒരു ക്രീം ഫ്രിഡ്ജിലാണ് വെച്ചത്. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കി വാഷസ് ചെയ്യാൻ തുടങ്ങാം. അതേപോലെ തന്നെ ഈ ഒരു ക്രീം ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് 2-3 ദിവസം എടുത്തിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി ഞാൻ ഈ ഒരു ക്രീമിലേക്ക് കുറച്ചും കൂടി സ്കിൻ ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് കുങ്കുമപ്പൂവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കുങ്കുമപ്പൂവിന് പകരമായിട്ട് ചിലവർ ഇതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് ഇതിൽ ആഡ് ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ക്രീമിൽ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടണം. ഇനി ആ ഒരു കുങ്കുമപ്പൂ ഇതിൽ മിക്സ് ആവാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യെല്ലോ കളർ വരുന്നതായിട്ട് ആ ഒരു കളർ ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയും നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഏറെക്കുറെ തീരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കാണാൻ സാധിക്കും. അതായത് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് നാച്ചുറൽ മോയ്സ്ചറൈസർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഞാനിവിടെ 100% നാച്ചുറൽ മോയ്സ്ചറൈസറാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, അതായത് ഇവിയോൺ ടാബ്ലറ്റിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഓയിൽ ഇതിൽ യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് അധികം കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുമ്പം ഇതേപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. സോ ഗൈസ്, ഇതാണ് നമ്മൾ മോസ്റ്റ് വാല്യുബിൾ മോയ്സ്ചറൈസർ. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺലൈനിൽ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് യൂസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീം എടുക്കുന്നുണ്ട്, എൻ്റെ ഹാൻഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ക്രീം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓയിലി ഫീലൊന്നും കാണില്ല. സോ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണാൻ സാധിക്കുന്നുണ്ടോ. പിന്നെ ഈ ഒരു ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ല മോയ്സ്ചറാക്കി കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബർ മാസങ്ങളിൽ. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്രീമിനെ പറ്റി വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രീം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി.
പിന്നെ ഈ ഒരു ക്രീം ഡ്രൈ സ്കിന്നിനും അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിനും 100% സ്യൂട്ടബിൾ ആണ്. നിങ്ങളത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ ഓയിലി സ്കിന്നാണ്. ഞാനിത് കുറച്ച് കാലം യൂസ് ചെയ്തു, വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോ കാണാം.